വാൻഹായ് കപ്പലിന്റെ മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയം. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പൽ കടലിന്റെ ഉൾഭാഗത്തേക്ക് മാറ്റാൻ ശ്രമം നടത്തുന്നു. കത്തുന്ന കപ്പലിൽ ഇറങ്ങിയ കോസ്റ്റ് ഗാർഡ് സംഘം വടം കെട്ടി കപ്പൽ വലിച്ചുകൊണ്ടുപോകാനുള്ള ദൗത്യത്തിലാണ്. ടഗ് ബോട്ട് ഉപയോഗിച്ചാണ് കപ്പലിനെ ദൂരേക്കെത്തിക്കുന്നത്. കോസ്റ്റ് ഗാർഡും പോർബന്തറിലെ മറൈൻ എമർജൻസി സെന്ററും ചേർന്നാണ് കപ്പൽ കേരള തീരത്ത് നിന്ന് പരമാവധി അകലത്തേക്ക് നീക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കപ്പലിന്റെ മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് MERC സംഘം കപ്പലിൽ ഇറങ്ങുകയാണ് ആദ്യം ചെയ്തത്. 2 ദിവസത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തുടർന്ന് മുൻഭാഗത്തെ കൊളുത്തിൽ വലിയ വടം കെട്ടിയ ശേഷം അതിനെ വാട്ടർ ലില്ലി എന്നു പേരുള്ള ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. ടഗ് ബോട്ട് വഴി കപ്പലിനെ കടലിന്റെ പരമാവധി ദൂരേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. അതേസമയം കപ്പലിലെ തീ 2 ദിവസം പിന്നിട്ടപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം. ഏകദേശം 10 മുതൽ 15 ഡിഗ്രി വരെ കപ്പൽ ചരിഞ്ഞിട്ടുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു. എങ്കിലും കപ്പൽ സന്തുലിതാവസ്ഥയിൽ നിലകൊള്ളുന്നുണ്ട്. കനത്ത മഴ കാരണം രാവിലെ മുതൽ ഉച്ചവരെ കോസ്റ്റ് ഗാർഡിന്റെ വിമാനത്തിന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല.